മുഖത്തിന്റെ തരമറിഞ്ഞ് മുൾട്ടാണി മിട്ടി ഫേസ് പാക്കുകൾ ഉപയോഗിക്കാം. കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ പ്രഥമ സ്ഥാനമാണ് മുൾട്ടാണി മിട്ടിക്ക്. ചർമ്മ സംരക്ഷണത്തിനാണ് ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത്. ചർമ്മത്തിന്റെ സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് മുൾട്ടാണി മിട്ടി ഉപയോഗിച്ചുള്ള ഫേസ് മാസ്കുകൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ്. 1. എണ്ണമയം അധികമുള്ളവർക്ക്. എണ്ണമയം അധികമുള്ള ചർമ്മക്കാർക്ക് അത് നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലുള്ള ഫേസ് മാസ്ക് വേണം. അതിനായി മുൾട്ടാണി മിട്ടി റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഫേസ് പാക്ക് തയ്യാറാക്കാം. ഇത് മുഖത്ത് പുരട്ടി 15 മുതൽ 20 മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. മുൾട്ടാണി മിട്ടി മുഖചർമ്മത്തിലെ അധികമുള്ള എണ്ണയെ ആഗിരണം ചെയ്യുന്നു, കൂടാതെ മുഖക്കുരു പോലുള്ളവ വരാതെ തടയുന്നു. ഈ ഫേസ് പാക്ക് മുഖത്തിന് ഫ്രഷ്നെസ് നൽകുകയും ചെയ്യുന്നു. 2. വരണ്ട ചർമ്മമുള്ളവർക്ക്. മുൾട്ടാണി മിട്ടിയിലേക്ക് തൈരും 2-3 തുള്ളി തേനും ചേർത്താണ് ഫേസ് മാസ്ക് തയ്യാറാക്കേണ്ടത്. ഈ പാക്ക് മുഖത്ത് പുരട്ടി 15-20 മിനിറ്റിന് ശേഷം കഴുകാം. വരണ്ട ചർമ്മക്കാർക്ക് ഈ ഫേസ് മാസ്ക് ഏറെ ഗുണപ്രദമാണ്. മുഖത്തിന് കൂടുതൽ മൃദുത്വം കൈവരാൻ ഇത് സഹായിക്കുന്നു. തൈര് മികച്ചൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഒപ്പം തേൻ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. 3. മുഖക്കുരു ഉള്ളവർക്ക്. മുൾട്ടാണി മിട്ടിയും ആര്യവേപ്പില പൊടിച്ചതും 2-3 തുള്ളി ടീ ട്രീ ഓയിലും ചേർത്ത് ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ്. മുഖത്ത് പുരട്ടി ഉണങ്ങിയതിനു ശേഷം കഴുകിക്കളയാം. സ്ഥിരമായി ഉപയോഗിക്കുന്നത് മുഖക്കുരുവിനെ ചെറുക്കാൻ സഹായിക്കും. ആര്യവേപ്പിലയിലെ ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ മുഖക്കുരു വരാതെ തടയുന്നു. 4. എണ്ണമയമുള്ളതും വരണ്ടതുമായ ചർമ്മക്കാർക്ക്. ചിലരുടെ മുഖചർമ്മത്തിന്റെ ചില ഭാഗങ്ങളിൽ എണ്ണമയം കൂടുതലായിരിക്കും. ചിലയിടങ്ങൾ വരണ്ടതാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന 2 ഫേസ് മാസ്കുകളും പരീക്ഷിക്കാവുന്നതാണ്. വരണ്ട ചർമ്മമുള്ള ഭാഗങ്ങളിൽ തൈരും തേനും മുൾട്ടാണി മിട്ടിക്കൊപ്പം ചേർത്ത് ഉപയോഗിക്കാം. ഒപ്പം എണ്ണമയമുള്ള ഭാഗങ്ങളിൽ റോസ് വാട്ടർ മുൾട്ടാണി മിട്ടിയിൽ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടാവുന്നതാണ്. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. മുഖത്തിന്റെ തരമറിഞ്ഞ് മുൾട്ടാണി മിട്ടി ഫേസ് പാക്കുകൾ ഉപയോഗിക്കാം. കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ പ്രഥമ സ്ഥാനമാണ് മുൾട്ടാണി മിട്ടിക്ക്. ചർമ്മ സംരക്ഷണത്തിനാണ് ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത്. ചർമ്മത്തിന്റെ സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് മുൾട്ടാണി മിട്ടി ഉപയോഗിച്ചുള്ള ഫേസ് മാസ്കുകൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ്. 1. എണ്ണമയം അധികമുള്ളവർക്ക്. എണ്ണമയം അധികമുള്ള ചർമ്മക്കാർക്ക് അത് നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലുള്ള ഫേസ് മാസ്ക് വേണം. അതിനായി മുൾട്ടാണി മിട്ടി റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഫേസ് പാക്ക് തയ്യാറാക്കാം. ഇത് മുഖത്ത് പുരട്ടി 15 മുതൽ 20 മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. മുൾട്ടാണി മിട്ടി മുഖചർമ്മത്തിലെ അധികമുള്ള എണ്ണയെ ആഗിരണം ചെയ്യുന്നു, കൂടാതെ മുഖക്കുരു പോലുള്ളവ വരാതെ തടയുന്നു. ഈ ഫേസ് പാക്ക് മുഖത്തിന് ഫ്രഷ്നെസ് നൽകുകയും ചെയ്യുന്നു. 2. വരണ്ട ചർമ്മമുള്ളവർക്ക്. മുൾട്ടാണി മിട്ടിയിലേക്ക് തൈരും 2-3 തുള്ളി തേനും ചേർത്താണ് ഫേസ് മാസ്ക് തയ്യാറാക്കേണ്ടത്. ഈ പാക്ക് മുഖത്ത് പുരട്ടി 15-20 മിനിറ്റിന് ശേഷം കഴുകാം. വരണ്ട ചർമ്മക്കാർക്ക് ഈ ഫേസ് മാസ്ക് ഏറെ ഗുണപ്രദമാണ്. മുഖത്തിന് കൂടുതൽ മൃദുത്വം കൈവരാൻ ഇത് സഹായിക്കുന്നു. തൈര് മികച്ചൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഒപ്പം തേൻ ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. 3. മുഖക്കുരു ഉള്ളവർക്ക്. മുൾട്ടാണി മിട്ടിയും ആര്യവേപ്പില പൊടിച്ചതും 2-3 തുള്ളി ടീ ട്രീ ഓയിലും ചേർത്ത് ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ്. മുഖത്ത് പുരട്ടി ഉണങ്ങിയതിനു ശേഷം കഴുകിക്കളയാം. സ്ഥിരമായി ഉപയോഗിക്കുന്നത് മുഖക്കുരുവിനെ ചെറുക്കാൻ സഹായിക്കും. ആര്യവേപ്പിലയിലെ ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ മുഖക്കുരു വരാതെ തടയുന്നു. 4. എണ്ണമയമുള്ളതും വരണ്ടതുമായ ചർമ്മക്കാർക്ക്. ചിലരുടെ മുഖചർമ്മത്തിന്റെ ചില ഭാഗങ്ങളിൽ എണ്ണമയം കൂടുതലായിരിക്കും. ചിലയിടങ്ങൾ വരണ്ടതാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന 2 ഫേസ് മാസ്കുകളും പരീക്ഷിക്കാവുന്നതാണ്. വരണ്ട ചർമ്മമുള്ള ഭാഗങ്ങളിൽ തൈരും തേനും മുൾട്ടാണി മിട്ടിക്കൊപ്പം ചേർത്ത് ഉപയോഗിക്കാം. ഒപ്പം എണ്ണമയമുള്ള ഭാഗങ്ങളിൽ റോസ് വാട്ടർ മുൾട്ടാണി മിട്ടിയിൽ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടാവുന്നതാണ്. ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ.